യേശുവിൻ്റെ കണ്ണുകളിലൂടെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളോടെയാണ് ഞാൻ ഉണർന്നത്. കുറച്ചു നാളായിരിക്കുന്നു അമ്മയെ കണ്ടിട്ട്. വീട്ടിൽ എൻ്റെ വരവിനായി കാത്തിരിക്കുന്ന അമ്മയെക്കുറിച്ച് ഞാൻ ഓർത്തു. ശിഷ്യന്മാർ ഉണർന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നസറത്തിലേക്ക് തിരിച്ചു പോകുവാൻ സമയമായി. അമ്മയെ സന്ദർശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സന്തോഷമുള്ള കാര്യമാണ്. പത്രോസ് പറഞ്ഞു, അങ്ങയുടെ അമ്മയായ മറിയം എപ്പോഴും ഞങ്ങളെ സ്വന്തം മക്കളെന്ന പോലെ സ്വാഗതം ചെയ്യുന്നു. അതേ കർത്താവേ, അമ്മയുണ്ടാക്കുന്ന ഭക്ഷണം എന്ത് രുചിയാണിതിന്. യൂദാസ് പറഞ്ഞത്, അവൻ എൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ അമ്മ അവനെ സ്നേഹത്തോടെ, ഒരമ്മയുടെ വാത്സല്യത്തോടെ കരുതിപ്പോന്നു. യൂദാസ് പിന്നെയും തുടർന്നു, എനിക്ക് അങ്ങയുടെ വീട്ടിൽ പോകാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ഗുരു. അവിടെ പോയിട്ടുള്ള ചുരുക്കം ചില അവസരങ്ങളിൽ തന്നെ എനിക്ക് തിരികെ പോരുവാൻ തോന്നിയിരുന്നില്ല. ഇത് തന്നെയാണ് എൻ്റെ അമ്മയെ സന്ദർശിക്കുവാൻ വീട്ടിൽ വരുന്ന എല്ലാവരുടെയും അനുഭവം. അമ്മ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും തങ്ങൾ ആ വീട്ടിലെ ഒരംഗമാണെന്ന് തോന്നുന്ന രീതിയിൽ ഗൃഹാതുരത്വം പകരുകയും ചെയ്യുന്നു. എൻ്റെ കുടുംബത്തിലുള്ളവർക്കെല്ലാം അമ്മ ഹൃദയം തുറന്നു കൊടുക്കുന്നു, അവരെ സ്വന്തമാക്കുന്നു. ആത്മാക്കൾ രക്ഷയെ സംബന്ധിച്ച് എൻ്റെ അമ്മ എത്രയോ പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിയാണെന്ന കാര്യം മാനവ സമൂഹം ഒരു നാൾ അറിയുന്നതാണ്. ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും തങ്ങളുടേതായ സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്തുകൊണ്ട് തുടർന്നുള്ള യാത്രയ്ക്ക് തയ്യാറായി. ഗുരു യാക്കോബ് ചോദിച്ചു, നസറത്തിലേക്ക് എത്ര ദൂരമുണ്ട്? ഏറെ ദൂരമൊന്നുമില്ല യാക്കോബ്, 2 ദിവസത്തേക്ക് നടപ്പുണ്ടാകും, അത്രമാത്രം. ഞാൻ മറുപടി പറഞ്ഞു. ഗുരു, അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ ചുമട് ഞാൻ വഹിച്ചുകൊള്ളട്ടെയോ? അമ്മയുടെ അരികിലെത്തുമ്പോൾ അങ്ങ് ക്ഷീണിതനാകാതിരിക്കുന്നതിന് വേണ്ടി ഈ അനുവാദം എനിക്ക് നൽകണം, യാക്കോബ് ചോദിച്ചു. ഞാൻ അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുകയും അവന് എന്നോടുള്ള അഗാധമായ സ്നേഹവും എൻ്റെ ഭവനത്തിലായിരിക്കുന്ന ഓരോ നിമിഷവും ഞാൻ ആസ്വദിക്കണം എന്നുള്ള അതിയായ ആഗ്രഹവും ദർശിക്കുകയുണ്ടായി. യാക്കോബെ, എൻ്റെ പ്രിയ സ്നേഹിത, സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ എൻ്റെ ഭാരം നിനക്ക് നൽകും. എന്തെന്നാൽ ഞാൻ വഹിക്കേണ്ടത് തന്നെ ഒരല്പം സ്വീകരിക്കുമ്പോഴാണ് നീ എൻ്റെ ജോലിയിൽ പങ്കുകാരാകുന്നത്. അത് കേട്ടപ്പോൾ യാക്കോബ് ഒന്ന് അമ്പരന്നു. എങ്കിലും സന്തോഷത്തോടെ എൻ്റെ സാധനങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട് നടന്നു നീങ്ങി. നടക്കുമ്പോൾ ഉത്സാഹത്തോടെ അവൻ ഇടയ്ക്കിടെ തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു. അവൻ കുഞ്ഞായിരുന്നപ്പോൾ പഠിച്ച ഒരു ആനന്ദഗീതം പാടുവാൻ ആരംഭിച്ചു. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് തൻ്റെ മക്കളുള്ള സ്നേഹത്തെക്കുറിച്ചുള്ളതായിരുന്നു അത്. എല്ലാവരും അവനോട് ചേർന്ന് പാടിയപ്പോൾ ഒരു ഉത്സവത്തിന് അനുഭൂതി ഉളവായി. അവർ ഹൃദയം തുറന്ന് തങ്ങളുടെ സ്നേഹം സ്വർഗസ്ഥനായ പിതാവിനോട് കൂടുതൽ പ്രകടിപ്പിക്കും തോറും പാട്ട് കൂടുതൽ കൂടുതൽ ഉച്ചത്തിലായിക്കൊണ്ടിരുന്നു. ഗാനമാലപിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം നടന്നപ്പോൾ സമയം പെട്ടെന്ന് കടന്നുപോയി. സന്ധ്യയായത് അറിഞ്ഞില്ല. ഇനി എവിടെയെങ്കിലും ഒരു താവളം കണ്ടെത്തണം. എത്ര മനോഹരമായ ദിവസമായിരുന്നു. എൻ്റെ ശിഷ്യന്മാർ പ്രാർത്ഥനയിലും ആരാധനയിലും പൂർണ്ണമായി മുഴുകി. എനിക്ക് വലിയ സന്തോഷം അനുഭവപ്പെട്ടു. ഞങ്ങൾ തീ കൂട്ടിയതിനു ശേഷം അതിനു ചുറ്റുമിരുന്നു. ശിഷ്യന്മാർ ക്ഷീണിതരാണ്. നടന്നത് മൂലമാണ് ക്ഷീണമുണ്ടായതെന്ന് അവർ കരുതുന്നു. എന്നാൽ ദിവസം മുഴുവൻ നീണ്ടുനിന്ന പ്രാർത്ഥനയിലെ സംഘർഷത്തിലുണ്ടായ ക്ഷീണമാണതെന്ന് അവർ മനസ്സിലാക്കിയില്ല. പ്രാർത്ഥിക്കുമ്പോൾ അവർ നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേർപ്പെടുകയാണ്. നിരന്തരമായ ഒരു പോരാട്ടം. ഈ യുദ്ധത്തിൻ്റെ ഫലമുളവാകുന്ന ക്ഷീണം ആത്മാവിൻ്റെ ക്ഷീണമാണ്. ആരും തന്നെ തിരിച്ചറിയാത്ത ഒരു ക്ഷീണത്തിൻ്റെ മേഖലയാണിത്. ദിവസത്തിൻ്റെ ആയാസത്തിലാണ് ശരീരം ശക്തിയൊക്കെയും തീരുന്നതെന്ന് നാം സാധാരണയായി മനസ്സിലാക്കുന്നു. ആത്മാവിന് ക്ഷീണമുണ്ടെന്ന് മനസ്സിലാക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. ക്ഷീണിച്ച ശരീരത്തിന് വിശ്രമം ആവശ്യമാണ് എന്നതുപോലെ തന്നെ ആത്മാവിനും അത്യാവശ്യമാണ്. വിശക്കുന്ന ശരീരത്തിന് ഭക്ഷണം ആവശ്യമെന്നതുപോലെ ആത്മാവിനും ഭക്ഷണം വേണം. എന്നാൽ മിക്കവർക്കും, എന്തിന് ഭക്തരായ മനുഷ്യർക്ക് പോലും ഇത് മനസ്സിലാകാറില്ല. ഞാൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കൂ. എന്തെന്നാൽ ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എൻ്റെ ശിഷ്യരായിരിക്കുന്നതിന് ശക്തി പകരുകയും ചെയ്യുന്നതാണ്. അവർ ഞാൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചുകൊണ്ട് നിശബ്ദരായി പ്രതീക്ഷയോടെ കാത്തിരുന്നു. പിതാവേ, ഞാനിപ്പോൾ അങ്ങയോട് ചോദിക്കുന്നു, അങ്ങനെക്ക് തന്നതുവരെ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ. അങ്ങനെ അവർ മുമ്പോട്ടുള്ള പാതയിലൂടെ അക്ഷീണം നടക്കട്ടെ. ഞാൻ ഈ വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്താൽ എൻ്റെ ശിഷ്യന്മാരുടെ ആത്മാക്കൾ സ്പർശിക്കപ്പെടുകയും നവീകരിക്കപ്പെടുകയും ചെയ്തു. ഇപ്രകാരം നവീകരിക്കപ്പെട്ടതിന് ശേഷം അവർ വെളുക്കുവരെ സുഖനിദ്രയിലാണ്ടു. ഉറങ്ങുന്നത് അവരെ നോക്കിയിരിക്കുമ്പോൾ ഭാവിയിൽ എന്നെ അനുഗമിക്കാനുള്ളവരെ ദർശിക്കുകയായിരുന്നു ഞാൻ. ശാരീരികവും
ആത്മീയവുമായ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് തളർന്നു. എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കാതെ, തിരിച്ചറിയാതെ. അവർക്ക് ആവശ്യമായ ഭക്ഷണവും ഊർജ്ജവും അവിടെ നിന്നുണ്ടാകുമെന്നും ഞാൻ അറിയുന്നു. എന്തെന്നാൽ നിരന്തരമായ ബലിയർപ്പണത്തിലൂടെ പ്രാണനെ പോഷിപ്പിക്കുന്നതിനും ആത്മാക്കളെ രക്ഷിക്കുന്നതിനുമായി ഞാൻ അത് നൽകുന്നതാണ്. അവർ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ ബലി സ്വീകരിക്കുക, വിശ്വാസത്തോടെ ഭക്ഷിക്കുക. വിശ്വാസമെന്നാൽ എല്ലാ ബലിയർപ്പണത്തിലും എന്നെ ദർശിക്കുകയും ദൈവത്തിങ്കിലേക്ക് ഹൃദയം തുറക്കുകയും ചെയ്യുന്ന വിശ്വാസമാണ്. പ്രഭാതമായി സൂര്യകിരണങ്ങൾ ഞങ്ങളുടെ മേൽ പതിച്ചു. എൻ്റെ ശിഷ്യന്മാർ തങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് തുടർന്നുള്ള യാത്രയ്ക്കൊരുങ്ങി. യോഹന്നാൻ യാക്കോബിനോടൊത്ത് എൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ അമ്മയെ കാണുവാൻ ഇനി അധികം താമസമില്ല. അങ്ങേക്ക് അമ്മയോടൊപ്പം അല്പസമയം തനിക്ക് ലഭിക്കേണ്ടതിനായിട്ട് ഞങ്ങളിന്ന് രാത്രി, ആദ്യ രാത്രിയിൽ അങ്ങയുടെ ഭവനത്തിൽ കുറച്ചകലെയായി താമസിക്കുന്നത് ഉചിതമാണെന്ന് എനിക്കും യാക്കോബിനും തോന്നുന്നു. ഞാൻ അവരെ നോക്കിയപ്പോൾ അവരുടെ ഉള്ളിൽ യഥാർത്ഥ സ്നേഹം ദർശിച്ചു. ഭാവിയിൽ പലതവണ പരീക്ഷിക്കപ്പെടാനിരിക്കുന്ന സ്നേഹം. എൻ്റെ സ്നേഹിതരെ, ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നോടുള്ള സ്നേഹവും കരുതലും ഞാൻ അറിയുന്നു. എന്നാൽ അമ്മയുടെ കൂടെ തനിച്ചിരിക്കുവാൻ ഞാൻ സമയം കണ്ടെത്തിക്കൊള്ളാം. നിങ്ങൾ അതിനുവേണ്ടി ത്യാഗം അനുഭവിക്കേണ്ട ആവശ്യമില്ല. അവർ എന്നെ നോക്കി മന്ദഹസത്തിന് ശേഷം ബാക്കി സാധനങ്ങൾ എടുക്കുവാനായി തിരികെ പോയി. യാക്കോബ് യോഹന്നാനോട് ഇപ്രകാരം മന്ത്രിക്കുന്നത് ഞാൻ കേട്ടു: അവൻ ഏറെ ദയാലുവാണ്. ഒരിക്കലും ക്ലേശങ്ങൾ തനിച്ചനുഭവിക്കുന്നതിനായി നമ്മെ വിടുന്നില്ല. എല്ലാ ക്ലേശങ്ങളിലും അവൻ നമ്മോടൊപ്പം പങ്കുചേരുന്നു. ആ വാക്കുകളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ടായിരുന്നില്ല അവനത് പറഞ്ഞത്. തുടർന്ന് നടക്കുമ്പോൾ എൻ്റെ വശങ്ങളിൽ പത്രോസും മത്തായിയും ഉണ്ടായിരുന്നു. എളുപ്പത്തിൽ കബളിപ്പിക്കപ്പെടുകയും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ അവസ്ഥകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു പത്രോസ്. ചിന്തകനായ മത്തായി അവയെല്ലാം ശ്രദ്ധാപൂർവ്വം ശ്രമിച്ചതിന് ശേഷം പറഞ്ഞു, അതേ പത്രോസ്, അത് അങ്ങനെ തന്നെയാണ്. എന്നാൽ നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്: നമുക്ക് വഴികാട്ടുവാൻ ഗുരുവുണ്ട്, എന്നാൽ കൂടുതൽ ആളുകൾക്കുമില്ല. ഗുരുവിനെ കാണുകയും കേൾക്കുകയോ ചെയ്യാത്തവരായി ഇക്കൂട്ടരുടെ അവസ്ഥ മനസ്സിലാക്കാൻ നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഗുരുനാൾ കടന്നു വരുന്നതിനുണ്ടായിരുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. ഒരു നാൾ ലോകം മുഴുവനും നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ച് അറിയുമെന്നും അങ്ങനെ ദൈവസ്നേഹം എന്താണെന്നും അവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തൻ്റെ പൂർവാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് പത്രോസ് പ്രണീതനായി കാണപ്പെട്ടു. അത് മനസ്സിലാക്കിയ മത്തായി പറഞ്ഞു, ഗുരു, അങ്ങ് സത്യം കാണിച്ചിരുന്നവരെയും ദൈവത്തിൽ നിന്ന് വളരെ വിദൂരത്തിലായിരിക്കും ഞങ്ങളൊക്കെ. ഞാൻ മുമ്പ് എങ്ങനെയായിരുന്നു എന്നത് എനിക്കിപ്പോൾ അവിശ്വസനീയമായി തോന്നുന്നു. എങ്കിലും ഇപ്പോഴും ഞാൻ ഒട്ടും ഭേദമല്ല. പത്രോസ് പുഞ്ചിരി തൂകി. തനിക്ക് വേണ്ടിയാണ് മത്തായി സംസാരിച്ചതെന്ന് അവൻ അറിഞ്ഞിരുന്നു. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എന്നാൽ നിങ്ങളിപ്പോൾ എന്താണ്, ഇനി എങ്ങനെയായി തീരുമെന്നതിനാണ് കാര്യം. ആശയക്കുഴപ്പത്തിലാക്കപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒരു നാൾ അവർക്ക് പാപമോചനം വാഗ്ദാനം ചെയ്യപ്പെടുകയും നേർവഴി കാട്ടിക്കൊണ്ട് അവരെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് രക്ഷപ്പെടുത്തുന്നതായി ഒരു കരം നീട്ടപ്പെടുകയും ചെയ്യുന്നതാണ്. നിങ്ങളെപ്പോലെ തന്നെ അവരും സ്വർഗരാജ്യം കണ്ടെത്തുന്നതിനായി സത്യം സ്വീകരിച്ചാൽ മാത്രം മതിയാകും. വരാൻ പോകുന്ന തലമുറകളെ മുമ്പിൽ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു. പത്രോസ് എന്നെ കടാക്ഷിച്ചു പറഞ്ഞു, കർത്താവേ, അനേക രക്ഷ പ്രാപിക്കണമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നത്. ഞാനും മത്തായും പറഞ്ഞു, അനേകം ആളുകൾ അങ്ങേ അറിയുവാൻ ഇടയാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തുറന്ന് മൗനമായി ഞങ്ങൾ നടന്നു നീങ്ങി. അപ്പോൾ യൂദാസ് എൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഗുരു, നമുക്ക് താമസിയാതെ വിശ്രമിക്കാനാവുമോ? ഇനിയും ഒരുപാട് ദൂരമുണ്ടോ? ഞാൻ ആകെ മടുത്തിരിക്കുന്നു. യൂദാസ്. പത്രോസ് കർക്കശസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, നമ്മൾ നടക്കുവാൻ ആരംഭിച്ച ഏതാനും മണിക്കൂറുകൾ മാത്രമാണായത്. ഗുരുവിനെ ബുദ്ധിമുട്ടിക്കരുത്. യൂദാസ് ഒരു ചെറിയ പുഞ്ചിരിയോടെ ഞാൻ പറഞ്ഞു, നിന്റെ ചുമട് ഭാരമേറിയതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ നീ തളർന്നു പോകുന്നത്. തരൂ, നിനക്ക് വേണ്ടി ഞാൻ അല്പം വഹിക്കട്ടെ. യൂദാസ് അന്തം വിട്ടു നിന്നു. വേണ്ട ഗുരു, അത് സാരമുള്ളതല്ല, എനിക്ക് വഹിക്കാവുന്നതേയുള്ളൂ. എന്തുകൊണ്ടോ എനിക്ക് തോന്നി നമ്മൾ അല്പം വിശ്രമിക്കുക നല്ലതാണെന്ന്. ഒരു നാൾ നിന്റെ ചുമട് ഏറെ ഭാരമുള്ളതായിരിക്കും, നിനക്ക് തനിയെ താങ്ങാനാവാതെ വരും. ആ ദിവസം ഞാൻ നിന്നെ സഹായിക്കുവാൻ കാത്തിരിക്കുന്നതാണ്. എന്നോടെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇന്ന് കാണിച്ച വിമുഖത അന്നുണ്ടാകരുത്. ഞാൻ നിന്റെ സ്നേഹിതനാണ്. എന്തൊക്കെ സംഭവിച്ചാലും നീ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി നിലകൊള്ളും. ഞാൻ സൗമ്യമായി പറഞ്ഞു. യൂദാസ് ആശയക്കുഴപ്പത്താൽ അമ്പരന്ന് പോയി. എന്നാണ് തനിക്ക് ഭാരമേറിയ ചുമട് വഹിക്കേണ്ടി വരുന്നതെന്നും അതെന്തിനു വേണ്ടിയാണെന്നും അവൻ വിസ്മയിച്ചു. പാവം യൂദാസ്, അവന് മനസ്സിലായതേയില്ല.